ഹലോ, വെൽക്കം ടു Peppercandy. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ എൻ്റെ കുറേ വീഡിയോ തനി നാടൻ വിഭവങ്ങളായിരുന്നല്ലോ. ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ക്യുസീനായിട്ടാണ് ചിക്കൻ ടാക്കിറ്റോസ്. ഇതൊരു മെക്സിക്കൻ ഡിഷാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 3 ഡിപ്പും കൂടെ വരുന്നുണ്ട്. ഗോക്കമോളി, ടൊമാറ്റോ സൽസ, സോർ ക്രീം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ടാക്കിറ്റോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ടോർട്ടില്ലാസ് വേണം. ഞാനിവിടെ കോൺ ടോർട്ടില്ലാണ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ അത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരല്പം ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് പാനിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു ഓണിയൻ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ 1 കപ്പ് ചിക്കൻ ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു ഉപ്പും കുരുമുളക് പൊടിയും ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, ഓപ്ഷണലാണ്. ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ജീരകപ്പൊടി, ക്യാപ്സിക്കം, ഒരു ഹാഫ് ക്യാപ്സിക്കം ഡൈസ് ചെയ്തത്, സ്മോക്ഡ് പാപ്രിക്ക, അല്പം ഒറിഗാനോ, ലൈം ജ്യൂസ്, ഒരു പുളിക്ക് ആവശ്യത്തിനുള്ള ലൈം ജ്യൂസ്, അതുകൂടാതെ കുറച്ച് മൊസറല്ല ചീസും സിലാൻഡ്രോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഈ ഗ്രേവി നല്ല തിക്കായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോ ടോർട്ടില്ലായാലും ഇത്രയും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കുക. സ്പ്രിംഗ് റോൾസ് ഒക്കെ റാപ്പ് ചെയ്യുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് സാധാരണ ടാക്കിറ്റോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇത് റോൾ ചെയ്തെടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനി ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇത് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഇതൊന്ന് ആ ഫോൾഡിങ് ഒന്ന് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂത്ത് പിക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. ചിക്കൻ ടാക്കിറ്റോസ് അഥവാ ഫ്ലോട്ടീസ് എന്നൊക്കെ അറിയുന്ന ഈ ഒരു വിഭവം ഇങ്ങനെ ചിക്കൻ ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ വെറുതെ റോൾ ചെയ്തെടുത്തിട്ട് ഫ്രൈയും ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ ധാരാളം കുടിക്കും. ഇവിടെ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ ബേക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഒരല്പം ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാ സൈഡും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് ബ്രൗൺ ആവും, അത് കാരണം ഫ്ലെയിം ശ്രദ്ധിക്കാൻ മറക്കണ്ട. എന്നിട്ട് എല്ലാ സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇത് വരുന്നത്. എല്ലാ സൈഡും ഒരുപോലെ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ടൂത്ത് പിക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ചിക്കൻ ടാക്കിറ്റോസ് യൂഷ്വലി സെർവ് ചെയ്യുന്നത് ഗോക്കമോളി ഡിപ്പിൻ്റെ കൂടെയാണ്. അതിനുവേണ്ടി ഞാനൊരു അവക്കാഡോയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അണിയൻ, അല്പം ടൊമാറ്റോ, ആവശ്യത്തിന് ഉപ്പ്, അല്പം ചില്ലി ഫ്ലേക്സ്, പിന്നെ സിലാൻഡ്രിയോ, അതുകൂടാതെ ലൈം ജ്യൂസ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്ത് ഒരു പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗോക്കമോളി ഡിപ്പ് റെഡിയായി. ഇനി നമുക്കൊരു ടൊമാറ്റോ സൽസ ഉണ്ടാക്കാം. അതിനായിട്ട് ടൊമാറ്റോ, അണിയൻ, സിലാൻഡ്രോ, ലൈം ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൾസ് മോഡിലിട്ട് ഒന്ന് എടുക്കാം. അല്പം ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സിന് പകരം ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സൽസ റെഡി ആയിട്ടുണ്ട്. ഇനി സോർ ക്രീം ഞാൻ സ്റ്റോർ ബോട്ടാണ്, ഡയറക്റ്റ് അതങ്ങ് ഇതിനകത്തേക്ക് ഡ്രിസിൽ ചെയ്ത് കൊടുത്തേക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ചിക്കൻ ടാക്കിറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ വേണം സെർവ് ചെയ്യാൻ കേട്ടോ. കോൺ ടോർട്ടില്ലാസ് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.